ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ദി ഓൾറൗണ്ടർ ഗായിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമുക്ക് ഒരു ചിക്കൻ സ്റ്റൂ ആക്കിയാലോ? ബാ. അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ വാങ്ങണം. അപ്പം ചിക്കൻ വാങ്ങാൻ പോവാം. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളത് ചിക്കൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ അത് കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാഷ്നട്ട്സ് വേണം. അപ്പോൾ ഇത് അരച്ചെടുക്കണം. ആദ്യമേ നമ്മുടെ പാത്രം ചൂടാവട്ടെ. ഓക്കെ, നമ്മുടെ പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയോ? അപ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരാൻ നേരത്ത് നമുക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം ഇങ്ങനെ മാറി വരാൻ സമയത്ത് നമുക്ക് നമ്മുടെ സവോള ഇല്ലെങ്കിൽ ഉള്ളി അങ്ങിട്ട് കൊടുക്കാം. ഉള്ളിയും ചെറുതായിട്ട് മൂപ്പിച്ചാൽ അത് നമുക്ക് ബ്രൗണിഷ് കളറായിട്ട് വരണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു ടെക്സ്ചർ ആകുന്ന നേരത്ത് നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ഉപ്പിട്ട് ഒന്ന് വഴിച്ചെടുക്കാം. അപ്പോൾ ഇത് പച്ചമണമൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഇട്ടു. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനത്തെ നമ്മുടെ ചിക്കൻ വൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അത് രണ്ടാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരത്തെ വേവിക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ കുറച്ച് വെന്ത് വരാൻ നേരത്ത് നമുക്ക് നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ആക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനം കുരുമുളക് പൊടി, ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കാം. ഓക്കെ, ഇതേ നമ്മുടെ ബ്രെഡും സ്റ്റൂവും. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ്. ബൈ.